ഇ.പി. ജയരാജൻ്റെ നീക്കമെല്ലാം എല്ലാവരും അറിഞ്ഞിരിക്കുന്നു. ഇനി അതിൽ നിന്നും രക്ഷപ്പെടാൻ അദ്ദേഹത്തിന് കഴിയില്ല. രക്ഷപ്പെടാനുള്ള വഴി അദ്ദേഹത്തിന് നോക്കിയേ മതിയാകൂ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭാവി ഇരുളടയും. അതുകൊണ്ട് തന്നെ ആ സത്യം അദ്ദേഹം തുറന്നു പറഞ്ഞിരിക്കുകയാണ്. അതായത് താൻ ചെയ്തു എന്ന് പറയുന്ന കുറ്റങ്ങളും കാര്യങ്ങളും എല്ലാം മുഖ്യമന്ത്രി പിണറായി വിജയൻ കൂടി അറിഞ്ഞിട്ടുള്ളതാണ് എന്ന്. ശരിയായിരിക്കാം. കേന്ദ്രം ഭരിക്കുന്ന BJPയുമായി രഹസ്യബന്ധവും നീക്കുപോക്കും വേണ്ടത് ഒരുപക്ഷെ ഇ.പി. ജയരാജനേക്കാളും പിണറായി വിജയൻ്റെ ആവശ്യമാണ്. BJP നേതാക്കളുമായി ബന്ധമില്ല എങ്കിൽ ഇ.പിക്ക് തൻ്റെ ബിസിനസ് സുഖമായി നടക്കില്ല എന്നേയുള്ളൂ. പക്ഷേ പിണറായിക്ക് അങ്ങനെയല്ല. പിണറായിക്ക് BJP ബന്ധമില്ലെങ്കിൽ കുടുംബം തന്നെ അകത്ത് കിടക്കും. അതുകൊണ്ടാണ് ഇ.പിക്ക് പിണറായിയുടെ ആശീർവാദമുണ്ടെന്ന് പറയുമ്പോൾ ജനങ്ങളത് വിശ്വസിച്ചിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ CPM പാർട്ടിയിൽ വന്നിരിക്കുന്ന വലിയ സ്ഥിതിവിശേഷം എന്നത് ഇ.പി. ജയരാജനെയും താമസിയാതെ പിണറായി വിജയനെയും കണ്ണൂരിലെ പാർട്ടി പ്രവർത്തകർ അടിച്ചൊതുക്കാൻ പോവുകയാണ്. അതിനുള്ള നീക്കങ്ങൾ അണിയറയിൽ തയ്യാറായി കഴിഞ്ഞു. ഇ.പി. ജയരാജനെ പൂർണ്ണമായും അടിച്ചൊതുക്കാൻ സമൂഹമാധ്യമ പോസ്റ്റുകളുമായി പി. ജയരാജൻ്റെ ആരാധകരായ റെഡ് ആർമിയും പോരാളി ഷാജിയും രംഗത്തെത്തിക്കഴിഞ്ഞു. കച്ചവട താൽപ്പര്യം തലക്കു പിടിച്ച് നിരന്തരം ഈ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്നവർക്കിടയിലും ഒന്നും നേടാത്ത ചിലരുണ്ടിവിടെ എന്ന വരികളുമായി റെഡ് വളണ്ടിയർമാരെ നോക്കി പി. ജയരാജൻ നിൽക്കുന്ന ചിത്രമാണ് 2 പേജുകളിലും പോസ്റ്റിൽ നിറയുന്നത്. പിണറായി വിജയനും ഇ.പി. ജയരാജനും കച്ചവടവും അഴിമതിയും നടത്തി ഇനി BJPക്കൊപ്പം പോയാലും പാർട്ടിയെയും സർക്കാരിനെയും നയിക്കാൻ കഴിവുള്ള നേതാവായി പി. ജയരാജൻ ഇവിടുണ്ട് എന്ന വ്യക്തമായ സൂചനയാണ് അവർ നൽകിയിരിക്കുന്നത്. പ്രവർത്തകർ ഇളകുമെന്നും അത് സംഭവിക്കുമെന്നും പല പ്രവർത്തകരും പറയുന്നുമുണ്ട്. നമുക്കറിയാം, പിണറായി വിജയനും കോടിയേരിക്കും ഇ.പിക്കുമെല്ലാം മുകളിൽ പറക്കാൻ പി. ജയരാജന് കഴിയുമെന്ന് വന്നപ്പോഴാണ് ഇവരെല്ലാവരും ചേർന്ന് പി. ജയരാജനെ വടകരയിൽ മത്സരിപ്പിച്ചതും കണ്ണൂർ ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് നീക്കിയതും. എന്നാൽ ഇപ്പോൾ കിട്ടിയിരിക്കുന്ന സുവർണാവസരം പരമാവധി മുതലാക്കി പാർട്ടി പിടിക്കാൻ ഒരുങ്ങുകയാണ് പി. ജയരാജനും സംഘവും. പി. ജയരാജൻ CPMൻ്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്ന സമയത്ത് PJ ആർമി എന്ന പേരിൽ സമൂഹ മാധ്യമങ്ങളിൽ അദ്ദേഹത്തിൻ്റെ വാഴ്ത്തുപാട്ടുകളുമായി നിറഞ്ഞവരാണ് ഇപ്പോൾ റെഡ് ആർമി എന്ന പേരിൽ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും സജീവമായി ഇടപെടുന്നത്. കണ്ണൂരിൻ താരകമല്ലോ ചെഞ്ചോരപ്പൻ കതിരല്ലോ എന്ന് തുടങ്ങുന്ന ആ ഗാനത്തിൻ്റെ പേരിൽ ഉയർന്നു വന്ന വ്യക്തിപൂജാ വിവാദത്തിൻ്റെ പേരിൽ പി. ജയരാജന് വിമർശനം നേരിടേണ്ടി വന്നു. ഇത് സംബന്ധിച്ച് പാർട്ടി നടത്തിയ അന്വേഷണത്തിൽ ജയരാജന് ക്ലീൻ ചിറ്റ് നൽകിയതിന് പിന്നാലെയാണ് PJ ആർമിയുടെ പേര് റെഡ് ആർമി എന്നാക്കി മാറ്റുന്നത്. റെഡ് ആർമിയും പോരാളി ഷാജിയും എന്നൊക്കെ പേരുള്ള ഈ സമൂഹ മാധ്യമ കൂട്ടായ്മ തന്നെയാണ് ആ പാർട്ടിയെ ഒരു പരിധിവരെ പിടിച്ചു നിർത്തുന്നത് എന്നിരിക്കെ അവരുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ ഈ ഗതികെട്ട കാലത്ത് ഇ.പിക്കും പിണറായിക്കും കഴിയുമെന്ന് തോന്നുന്നില്ല. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായതോടെ ജില്ലാ സെക്രട്ടറി പദം പോയ പി. ജയരാജന് പിന്നീട് ആ പദവി തിരിച്ചു കിട്ടിയിട്ടില്ല. സ്വർണ്ണക്കടത്ത്, കൊട്ടേഷൻ തുടങ്ങിയ കേസുകളിൽ ഉൾപ്പെട്ട ആകാശ് തില്ലങ്കേരിയും അർജുൻ ആയങ്കിയും ഒക്കെ ഉൾപ്പെടുന്ന സജീവമായിരുന്ന PJ ആർമിയെ പി. ജയരാജന് തന്നെ പലവട്ടം തള്ളിപ്പറയേണ്ടി വരികയും ചെയ്തിട്ടുണ്ട്. അതെല്ലാം പാർട്ടി നേതൃത്വത്തിൻ്റെ സമ്മർദ്ദം മൂലമാണെന്ന് അനുയായികൾക്ക് തന്നെ അറിയാമായിരുന്നു. അവർ പി. ജയരാജന് വേണ്ടി പിന്നീടും വാദിച്ചുകൊണ്ടേയിരുന്നു. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പി. ജയരാജനെ ഉൾപ്പെടുത്താത്തതിനെതിരെ 2022 റെഡ് ആർമിയും പോരാളി ഷാജിയും പോരാട്ടം തന്നെ നടത്തിയതും നമ്മൾ കണ്ടു. അപ്പോഴെല്ലാം അടിച്ചമർത്തപ്പെട്ട ഈ വലിയ സമൂഹ മാധ്യമ കൂട്ടായ്മ ഇപ്പോഴിത് പി. ജയരാജന് വേണ്ടി കളം നിറയുകയാണ്. CPM നേതൃത്വം തന്നെ വെട്ടിപ്പിടിക്കാൻ വേണ്ടി.